ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ദൂരയാത്രകൾക്ക് വേണ്ടി സ്ലീപ്പറും സെമി സ്ലീപ്പർ ബസ്സുകൾ എങ്ങനെയാണ് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതിനായി പ്ലേ സ്റ്റോറിൽ നിന്നും റെഡ് ബസ് എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഇതിൽ നിന്ന് നമുക്ക് സ്റ്റേറ്റ് ബസ്സുകളും അതുപോലെ പ്രൈവറ്റ് ബസ്സുകളും നമുക്ക് കാണാൻ സാധിക്കും. ഇൻസ്റ്റാൾ ആയതിനു ശേഷം നമ്മൾ നമ്മുടെ രാജ്യം സെലക്ട് ചെയ്യുക. അതിനുശേഷം ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. പിന്നീട് ഗെറ്റ് സ്റ്റാർട്ട് കൊടുക്കുക. അടുത്ത സെക്ഷനിലായി ക്രിയേറ്റ് ഓർ ലോഗിൻ കൊടുക്കാൻ പറയും. അവിടെ നമ്മൾ നമ്മുടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുത്ത് OTP അടിക്കുക. ഇവിടെ ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി OTP നമുക്ക് പേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ചില കേസുകളിൽ നമ്മൾ മെസ്സേജിൽ നിന്ന് സെലക്ട് ചെയ്ത് ടൈപ്പ് ചെയ്യേണ്ടതാണ്. അടുത്തതായിട്ട് ഷെയർ ലൊക്കേഷൻ കൊടുക്കാനാണ്. അത് അലൗ ചെയ്യുക. ലൊക്കേഷൻ അലൗ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ എനേബിൾ ആക്കാൻ വേണ്ടിയുള്ളൊരു മെസ്സേജ് വരും. അത് ഓക്കെയോ അല്ലെങ്കിൽ ക്യാൻസലോ കൊടുക്കാം. അങ്ങനെ നമ്മൾ മെയിൻ പേജിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഫ്രം ആൻഡ് ടു അഡ്രസ്സ് കൊടുക്കുക. നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്. ഫ്രം ഞാനിവിടെ കോട്ടയം കൊടുക്കുകയാണ്. അടുത്ത് ടു അഡ്രസ്സ് ഞാൻ ബാംഗ്ലൂരാണ് കൊടുക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് യാത്ര ചെയ്യേണ്ട ദിവസമാണ് സെലക്ട് ചെയ്യേണ്ടത്. അവിടെ നമ്മൾ കലണ്ടർ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കലണ്ടറിൽ നിന്നും ഡേ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ടുമോറോ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം KSRTC ബസ്സുകളും അതുപോലെ പ്രൈവറ്റ് ബസ്സുകളും. ഇത് സ്ലീപ്പർ അതുപോലെ സെമി സ്ലീപ്പർ ബസ്സുകളാണ്. ഇതിൽ AC ബസ്സുകളും അതുപോലെ നോൺ AC ബസ്സുകളും അവൈലബിൾ ആണ്. ഈ സ്ക്രീനിൽ നമുക്ക് KSRTC ബസ്സുകളുടെയും അതുപോലെ പ്രൈവറ്റ് ബസ്സുകളുടെയും റേറ്റ് വ്യത്യാസം കാണാൻ സാധിക്കും. ഇവിടെ ഞാനൊരു ബസ് സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ബസ്സിലെ ഡബിൾ ഡെക്കർ ബസ്സാണ്. അപ്പോൾ നമുക്ക് ബസ്സിലെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും അവൈലബിൾ ആയിട്ടുള്ള സീറ്റുകളും കാണാൻ സാധിക്കും. ഇതിൽ നിന്നും അവൈലബിൾ ആയിട്ടുള്ള സീറ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് സെലക്ട് ബോർഡിംഗ് ആൻഡ് ഡ്രോപ്പിംഗ് പോയിൻ്റ് ആണ്. നമുക്ക് നമ്മുടെ സെലക്ട് ബോർഡിംഗ് പോയിൻറ്റും അതുപോലെ നമ്മൾ എവിടെ നിന്നാണ് കയറുന്നത് അതുപോലെ നമ്മൾ എവിടെയാണ് ഇറങ്ങേണ്ടത് സ്ഥലങ്ങൾ ഇവിടെ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ ബോർഡിംഗ് പോയിൻ്റ് കോട്ടയം ചിങ്ങവനമാണ് കൊടുത്തിരിക്കുന്നത്. അടുത്ത് ഡ്രോപ്പിംഗ് പോയിന്റ് ആഡ് ചെയ്യുകയാണ്. അടുത്തായിട്ട് നമുക്ക് ആഡ് ചെയ്യേണ്ടത് പേഴ്സണൽ ഇൻഫർമേഷൻ ആണ്. നമുക്ക് അവിടെ മൊബൈൽ നമ്പർ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. മൊബൈൽ നമ്പർ ഒരിക്കലും തെറ്റാൻ പാടില്ല. കാരണം നമ്മളെ ബസ്സിൽ നിന്നും അവർ സമയമാകുമ്പോൾ വിളിക്കുന്നതാണ്. ഏത് സ്റ്റോപ്പാണ് എവിടെയാണ് എത്തുന്നതെന്നൊക്കെ പറയാൻ വേണ്ടി നമ്മളെ കോൾ ചെയ്യുന്നതാണ്. സോ നമ്മൾ കൃത്യമായിട്ട് വേണം നമ്മുടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനായിട്ട്. പേജും അതുപോലെ ഏജും കൃത്യമായിട്ട് ആഡ് ചെയ്യുക. പേഴ്സണൽ ഇൻഫർമേഷൻ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് താഴെയായിട്ട് നമുക്ക് പേയ്മെൻറ്റിനുള്ള ഓപ്ഷൻ കാണാം. ഇവിടെ നമുക്ക് വേണമെങ്കിൽ റെഡ് ബസ് അഷുറൻസ് ആഡ് ചെയ്യാം. ഇത് ആഡ് ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ ബസ് ക്യാൻസൽ ആയിട്ടില്ലെങ്കിൽ നമുക്ക് മുഴുവൻ എമൗണ്ടും റീഫണ്ട് ആയിട്ട് കിട്ടുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ പേയ്മെൻറ്റ് മെത്തേഡിലേക്കാണ് പോകുന്നത്. അത് നമുക്ക് ഇഷ്ടമുള്ള മെത്തേഡ് ആഡ് ചെയ്യാം. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഗൂഗിൾ പേ ആണ്. ഏറ്റവും എളുപ്പമാർഗ്ഗത്തിൽ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് ഗൂഗിൾ പേയിലൂടെയാണ്. ഇവിടെ ഞാൻ ഗൂഗിൾ പേ ആഡ് ചെയ്തതിന് ശേഷം പേ കൊടുക്കുകയാണ്. അപ്പോഴേക്കും നമുക്ക് ഗൂഗിൾ പേയിൽ ഇതിൻ്റെ ലിങ്ക് വരുന്നതാണ്. ദെൻ അവിടെ നിന്ന് നമ്മൾ നമ്മുടെ നമ്പർ അടിച്ചു കൊടുത്ത് നമുക്ക് ഗൂഗിൾ പേയിലൂടെ പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ടിക്കറ്റ് കാണാനായിട്ട് മൈ ബുക്കിംഗ് എന്ന ഓപ്ഷനിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ടിക്കറ്റുകൾ കാണാവുന്നതാണ്. നമ്മുടെ പഴയ ട്രാവൽ ഹിസ്റ്ററിയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇവിടെയുള്ള ഷെയർ യുവർ ടിക്കറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ട രീതിയിൽ വാട്സപ്പിലേക്കോ അതോ നമ്മുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്.